അവൾ പതിയെ അതൊന്ന് ഓർത്തു. മറക്കാൻ കഴിയുന്ന ഒന്നാണോ അത്? അന്ന് തനിക്ക് വേണ്ടി സംസാരിച്ച ആ കറുത്ത കണ്ണാടക്കാരൻ. പിന്നീട് അയാളാണ് MD എന്നറിഞ്ഞ് തന്നെയല്ലേ ജെ ഗ്രൂപ്പിൽ താൻ കയറിയത് തന്നെ. അയാളെ ഒന്ന് കാണാൻ, സംസാരിക്കാൻ, കണ്ട് കൊതിയടക്കാൻ. ഉള്ളിൽ ഒരു കടലോളം പ്രണയം ഒളിപ്പിച്ചു വെച്ച്. അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. കോളേജ് വിട്ടപ്പോൾ വൈകുകയും ചെയ്തു. പറയാൻ മാത്രം കൂട്ടുകാരാരുമില്ല എന്നതുകൊണ്ട് തനിച്ചാണ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ കയറിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് ചെറിയൊരു ബാഗ് മാത്രമാണ് കയ്യിൽ കരുതിയത്. സ്പെഷ്യൽ ക്ലാസ് ആണ്. എക്സാം ആകാനായി. ഒരു മസാലദോശ കഴിച്ച് എഴുന്നേറ്റു. പൈസ കൊടുക്കാൻ നേരമാണ് ബാഗ് അങ്ങനെ അടിഭാഗം കീറിപ്പോയിരിക്കുന്നു എന്ന് മനസ്സിലായത്. പൈസ വെച്ചിരുന്ന ചെറിയ പേഴ്സടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾക്കത് മനസ്സിലായിട്ടും പറഞ്ഞത് പൈസ മുതലാക്കാൻ തനിക്ക് അറിയാമെന്നാണ്. അവളൊന്ന് വിളറി. എന്ത് ചെയ്യും? പൈസ ഇല്ലാതെ നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് കറുത്ത കണ്ണട വെച്ച ഒരാൾ അരികിലേക്ക് നടന്നു വന്നു. അയാളുടെ പെർഫ്യൂം സ്മെൽ അങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറി. അതിപ്പോഴും ഉണ്ട് എന്ന് തോന്നിപ്പോയി. അവളുടെ ചുണ്ടിൽ അറിയാതെ ഒരു ചിരി വിടർന്നു. ആ കുട്ടിയുടെയും കൂടി എത്ര പൈസയാണെന്ന് പറയൂ? 358 രൂപ. അയാൾ പേഴ്സിൽ നിന്ന് 500-ൻ്റെ നോട്ട് എടുത്തു വെച്ചു. ഈ 358 രൂപ താൻ എങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മുതലാക്കും എന്നാ പറഞ്ഞേ? അയാളൊന്ന് വിളറി. ആ നിമിഷത്തിൽ തന്നെ കൈയൊന്ന് ഉയർന്നു പതിഞ്ഞു. കവിൾ പൊത്തി നിൽക്കുന്നവൻ്റെ മുന്നിലൂടെ തൻ്റെ കൈയും പിടിച്ച് അങ്ങനെ നടന്നു നീങ്ങി. കുറച്ച് പൈസ എടുത്ത് നീട്ടി. വേണ്ട സാർ. എങ്ങനെ വീട്ടിൽ പോകും? അത് പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ്. എന്നാ വരൂ, ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ. ഇനി ഇവിടെ നിന്നാൽ അയാൾ വല്ലതും പറയും. അവൾ ആ കാറിൽ കയറി. കണ്ണട ഉള്ളതുകൊണ്ട് നോക്കുന്നുണ്ടോ എന്നറിയാൻ വയ്യ. എന്താ പേര് തൻ്റെ? ആർദ്ര. കോളേജിലാണോ? ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ട് സാർ. എല്ലാവരും എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, അങ്ങനെ എല്ലാവരുമുണ്ട്. അവൻ എന്തോ കൂടെ ചോദിക്കാൻ വന്നതായിരുന്നു. സാർ, ഇവിടെ നിർത്തിയാൽ മതി. എന്തേ? അവർ എന്തേലും പറയുമെന്ന് ഓർത്തിട്ടാണോ? അവൻ വണ്ടി സൈഡ് തിരിഞ്ഞു നോക്കി. താങ്ക് യു സാർ. വെൽക്കം. വെൽക്കം ടു മൈ ഹാർട്ട്. എന്താ സാർ? ഒന്നുമില്ലടോ, കാണാം. ശരി സാർ. അവൾ ഉള്ളിൽ കടന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. അന്നാണ് ആദ്യമായി കണ്ടത് തന്നെ. അവൾ ഓർമ്മയിൽ നിന്ന് ഉണർന്ന് ദീപനെ നോക്കി. അതൊക്കെ സാറിനെ എങ്ങനെ അറിയാം? അത് പിന്നെ ആർദ്ര അന്ന് തൻ്റെ ബാഗ് ബ്ലേഡ് വെച്ചത് ഞാനാണ്. ഒരു നിമിഷം കണ്ണുകൾ ചുവന്ന് കലങ്ങി. നെഞ്ചിൽ അങ്ങനെ കനം വന്ന് നിറഞ്ഞു. പിറ്റേ ദിവസം ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് താൻ ഏൽക്കേണ്ടി വന്ന ആ നാണക്കേട്. എടാ, ആ കൊച്ചിനെ നമ്മളെ ഒന്നും കണ്ണിൽ പിടിക്കില്ല. അതെന്താ? നമുക്ക് കറുത്ത കണ്ണടയില്ലല്ലോ. അവർ പൊട്ടിച്ചിരിച്ചു. അവൾ ഇട്ടിരുന്ന പഴകിയ ചുരിദാറിൻ്റെ ഷോളിൽ തിരിപ്പിടിച്ചു. കരച്ചിൽ വന്നു, പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ല. ഒരു കാർ അങ്ങനെ അടുത്തു വന്ന് നിന്നു. ഹലോ, കാറുണ്ടാങ്കിലേക്ക് കയറൂ എന്ന് പറയുന്നത് കേട്ടു. പോരുന്നോ? ചുമ്മാ ഒന്ന് ചുറ്റിയിട്ട് വരാം. അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് അറിയാമായിരുന്നു. അന്നത്തെ സങ്കടം അതുപോലെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നി. കൈ നീട്ടി ഒറ്റയടിയായിരുന്നു. ദീപൻ കവിൾ പൊത്തിപ്പോയി. ഇതെനിക്ക് കിട്ടേണ്ടതാണ്. അന്ന് ദേവൻ ഇതിലും നല്ലത് തന്നിരുന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി. ഒപ്പം അവനും. സോറി ആർദ്ര, അന്നൊരു രസത്തിന് ചെയ്തതാണ്. തനിക്ക് ഇത്രയ്ക്ക് പ്രശ്നമാകുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇതാണോ സാർ രസം? സത്യം പറഞ്ഞാൽ അന്ന് ദേവന് പകരം ഞാൻ വരേണ്ടതാണ്. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് തന്നെ. പക്ഷേ അതിൻ്റെ ഇടയിൽ അവൻ ചാടിയിറങ്ങുമെന്ന് കരുതിയില്ല. സോറി സാർ, അന്നത്തെ എൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ അടിച്ചു പോയതാണ്. സാരമില്ല, എനിക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. അന്ന് ഫ്രണ്ട്സ് അല്ലായിരുന്നോ? പിന്നെ എങ്ങനെ പിരിഞ്ഞേ? ഞാൻ കാരണമാണോ? അല്ലടോ, ഞങ്ങൾ പിരിയാൻ വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. തന്നോട് പറഞ്ഞാൽ താങ്ങില്ല. അവൻ കടലിലേക്ക് നോക്കി. മഴ വരുന്നുണ്ട്. വന്നോട്ടെ. ആർദ്ര, നോട്ടീസ് പീരീഡ് അല്ലേ? അത് കഴിഞ്ഞാൽ തനിക്ക് വെച്ച ഓഫർ ഞാൻ ഇപ്പോഴും പറയുന്നു. യെല്ലോ ഫ്ലെയിംസ് എന്ന ഞങ്ങളുടെ കമ്പനിയിൽ തനിക്കായി ഒരു പോസ്റ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. തീരുമാനം മാറുകയാണെങ്കിൽ ഒന്ന് പറയണം. മാറില്ല. അതിപ്പോഴല്ല, പിന്നെ വേണമെന്ന് തോന്നിയാലോ? അവൾ അവനെ ഒന്ന് നോക്കി. മഴ പെയ്തു വരുന്നത് നോക്കി നിൽക്കുകയാണ്. കടൽക്കരയിലിരിക്കുന്നവർ ഓടിക്കയറുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ പരിചയമുള്ള ഒരാളെ കണ്ടത്. ജയല്ലേ അത്? ആ രൂപം. കൂടെ ഒരു പെൺകുട്ടി. പാർവതി ആയിരിക്കും. അവൻ ഓടി കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് മഴ നനഞ്ഞു നിൽക്കുന്ന ആർദ്രയെ കണ്ടത്. ദീപൻ അപ്പോഴേക്കും വണ്ടിയിൽ കയറിയതുകൊണ്ട് മറ്റാരെയും കണ്ടില്ല. അവനൊരു നിമിഷം അങ്ങനെ നിന്നു. എന്താ ഇവിടെ? ഒറ്റയ്ക്കാണോ വന്നേ? എന്നെ മിസ് ചെയ്തോ? എന്തൊക്കെ ചോദിക്കണം. പക്ഷേ അവൻ്റെ കാലുകൾ ചലിച്ചില്ല. മിഴികൾ മാറിയതുമില്ല. ദേവേട്ടാ, കയറുന്നില്ലേ? പാർവതിയുടെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അടുത്തേക്ക് ഓടി വന്നു.
കരയുകയാണ്. മഴവെള്ളത്തിൽ അതും ഒലിച്ചു പോകുന്നുണ്ട്. എന്താ ഇവിടെ? വെറുതെ. ഇത് ദീപൻ്റെ വണ്ടിയല്ലേ? സാർ അകത്തുണ്ട്. നീ എന്തിനാ അവനൊപ്പം വന്നത്? അതേ അധികാരസ്വരം. അവൻ്റെ വണ്ടി ഒന്ന് ശബ്ദിച്ചു. വിളിക്കുന്നു. പൊയ്ക്കോ. ആരു, അവനെ വിശ്വസിക്കരുത്, ചതിക്കും. വെറുതെ ഒന്ന് മൂളി. ആരു, കരഞ്ഞോ നീ? കൈനീട്ടി ഒന്ന് തൊടാനാഞ്ഞു. അവളൊന്ന് പിന്നിലേക്ക് ചുവട് വെച്ചു. നെഞ്ചൊന്ന് വിങ്ങിപ്പോയി. തൊടാൻ പാടില്ല അല്ലേ? അവൾ മിണ്ടിയില്ല. വീണ്ടും ഹോൺ കേട്ടു. പൊയ്ക്കോ സാർ. അവൻ തിരികെ വണ്ടിയിൽ കയറുമ്പോൾ ഉള്ളം കലങ്ങി. ഈ മഴയത്ത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇട്ട് വരുന്നത്? ഒന്നിച്ചു മഴ നനഞ്ഞ എത്രയെത്ര ദിവസങ്ങൾ. അവളെ കൊതിയോടെ വാരിയെടുത്ത് തണുപ്പ് നിറഞ്ഞ ചുംബനങ്ങൾ. കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ചു. ചുണ്ടുകൾ കടിച്ച് സങ്കടം ഒതുക്കാൻ ശ്രമിച്ചു. പാർവതി എന്തൊക്കെയോ പറയുന്നുണ്ട്. വെറുതെ മൂളിക്കൊടുത്തു. വീട്ടിലെത്തിയ പാടെ ഒന്ന് കുളിച്ചു വന്നു. ബെഡിൽ അങ്ങനെ കിടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവളെ ഓർത്തു. വിളിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ വാട്സപ്പ് എടുത്ത് മെസ്സേജ് അയച്ചു. ഇല്ല, ബ്ലോക്കാണ്. ആ ശബ്ദമൊന്ന് കേൾക്കാതെ എങ്ങനെയാണ്? ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാകുമോ? അവൻ അവളെ വിളിച്ചു നോക്കി. അതും ബ്ലോക്കാണ്. വാർഡൻ്റെ നമ്പറിൽ വിളിച്ചു. ആർദ്രയ്ക്ക് ഒന്ന് കൊടുക്കുമോ? ഹലോ സാർ. സാറിൻ്റെ ഒപ്പമാണെന്നാണല്ലോ ആർദ്ര പറഞ്ഞത്. അവന് വിളിച്ചത് അബദ്ധമായെന്ന് തോന്നി. അത് ആയിരുന്നു. വന്നോ എന്നറിയാൻ വിളിച്ചതാ. അവൻ വിക്കി. ഇല്ല സാർ, വരുമ്പോൾ പറയാം. താങ്ക് യു മാഡം. വിളിക്കേണ്ടായിരുന്നു. ഇതിപ്പോൾ എവിടെയാണ്? ദീപൻ. അവൻ കൊണ്ടുപോയി കാണും. അവനെ വിളിക്കണോ? വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ പേര് കോൾ ബട്ടണിൽ അമർന്നു. ഹലോ ദേവാ. ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചു. അവൻ്റെ സ്വരം മുറുകി. അവൾ എവിടെ? ഇവിടെയുണ്ട്. എവിടെയെന്ന് ചോദിച്ചാ? എൻ്റെ ഫ്ലാറ്റിൽ. യു ഇഡിയറ്റ്. ദീപൻ. അവൻ്റെ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം പുറത്തേക്ക് കേൾക്കാം. പതിയെ ദേവാ. നിനക്ക് എന്തായാലും അവളെ വേണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മുറപ്പെണ്ണിൻ്റെ പുറകെ. അത്രയ്ക്ക് വിഷമമുണ്ടേൽ ഇന്ന് തന്നെ അവളെ കൂട്ടി കറങ്ങാൻ പോകുമോ? അവൻ മിണ്ടിയില്ല. അവളുടെ സമ്മതമില്ലാതെ ഞാൻ അവളെ തൊടില്ല. അല്ലെങ്കിലും അത് ഈ ജന്മം സാധിക്കില്ല നിനക്ക്, ദേവൻ പറഞ്ഞു. ചങ്ക് പറിച്ചു തന്നവളെ വേണ്ടെന്ന് വെച്ചവനല്ലേ നീ? വെച്ചോ. ഇവിടെ അവൾ സേഫായിരിക്കും മറ്റെവിടത്തേക്കാളും, ദീപൻ പറഞ്ഞു. കട്ടായ ഫോണിലേക്ക് ഒന്ന് നോക്കിയിരുന്നു. സങ്കടം വരുമ്പോൾ ബീച്ചിലാണ് പോകാറുള്ളത്. ഇന്നും പതിവ് പോലെ വന്നതാണ്. പാർവതിയെ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. നീ എന്താ ഇവിടെ? ദേവേട്ടൻ ഇവിടെ വരാറുണ്ട് എന്നറിഞ്ഞ് വന്നതാ. എന്തിന്? ചുമ്മാ കാണാൻ തോന്നി. അവളൊന്ന് ചിരിച്ചു. എന്ത് പറയും ഈ കുട്ടിയോട്? എനിക്ക് തന്നെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നോ? പാർവതി, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ദേവേട്ടാ? അത് വാ, ഇവിടെ ഇരിക്കാം. അവൾക്കൊപ്പം സിമൻറ്റ് ബെഞ്ചിൽ ഒന്നിരുന്നു. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അവളൊന്ന് ഞെട്ടി. കണ്ണുകൾ നിറഞ്ഞു. റിലേഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാ അർത്ഥത്തിലും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനോ? പിന്നെന്തിനാ ഈ വിവാഹത്തിന് സമ്മതിച്ചേ? ആ റിലേഷൻ ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചു. അവളൊന്ന് ഏങ്ങിക്കരഞ്ഞു. അത് അവസാനിച്ചു പാർവതി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇനി അവൾ ഉണ്ടാകില്ല. ആരായിരുന്നു അത്? അത് വിട്ടേക്ക്. നിന്നോട് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞ്. ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ വന്നതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ പറയുമായിരുന്നോ ദേവേട്ട? പറയുമായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞേ നമ്മൾ തമ്മിൽ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവൾ കണ്ണുകൾ തുടച്ചു. ഇതൊന്നും വീട്ടിൽ ആരോടും ഷെയർ ചെയ്യണ്ട. ഇല്ല, പക്ഷേ ഇനി ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വാക്ക് തരണം. അവൾ വലം കൈ നീട്ടിപ്പിടിച്ചു. അവനൊന്ന് നിശ്വസിച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കട്ടെ ആരു? വേണ്ട, വേണ്ട ജയ്. അതങ്ങനെ മനസ്സിൽ നിറഞ്ഞു വന്നു. അതേ കടലിനെ സാക്ഷി നിർത്തി മറ്റൊരു പെണ്ണിന് വാക്കു കൊടുക്കുകയാണ്. ആ കൈയിലേക്ക് കൈ ചേർക്കും മുന്നേ മഴ ആർത്തിരമ്പി വന്നു. അതാണുണ്ടായത്. അല്ലാതെ അവളെ കാണാൻ പോയതോ താൻ വിളിച്ചു വരുത്തിയതോ അല്ല. തൽക്കാലം അത് ആർദ്രയാണ് എന്ന് ആരും അറിയാൻ പാടില്ല. പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിക്കാനായി വിട്ടുകൊടുത്തതുപോലെയാകില്ലേ? വേണ്ട. എൻ്റെ ഹൃദയമായിരുന്നവളെ, നീ എവിടെയാണേലും നല്ലത് വരട്ടെ. ദേ ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്പ്രേ എടുത്തടിക്കരുതെന്ന്. നിനക്കപ്പോൾ എൻ്റേതെടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്കുമാകാം. ദേ, കളിക്കാതെ മര്യാദക്ക് തന്നോ. ഇതെന്തോരമാണ് അടിച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇനി ഒരാഴ്ചയ്ക്ക് കുളിക്കില്ല അല്ലേ? ഡി, നീ പോടാ മടിയാ. കഴിഞ്ഞ ആഴ്ച നീ കുളിച്ചിട്ടേ ഇല്ല എന്ന് എനിക്കറിയാം. ആർദ്ര പതിയെ കണ്ണു തുറന്നു. ദീപൻ സാറിൻ്റെ വീടാണിത്. ഇന്നലെ കരഞ്ഞു തളർന്നു നിന്ന താൻ ആ മഴയിൽ തണുത്തു വിറച്ചു. മഴ നനഞ്ഞതുകൊണ്ട് മാത്രമല്ല, തനിച്ചായതുകൊണ്ട് കൂടിയായിരുന്നില്ലേ? ഹോസ്റ്റലിന് മുന്നിൽ ഇറക്കിയതാണ്. അകത്തേക്ക് പോകാതെ നിന്ന തന്നെ രണ്ടാമത് വന്നാണ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടു വന്നത്. അവളൊന്ന് ഫ്രഷായി ഇറങ്ങി. ബഹളം കഴിഞ്ഞ് രണ്ടാളും രണ്ട് സ്ഥലത്തിരിക്കുന്നുണ്ട്. സ്റ്റെപ്പിറങ്ങി വരുന്ന അവളെ കണ്ട് അവനൊന്ന് നോക്കി. ഗുഡ് മോർണിംഗ് ആർദ്ര. മോർണിംഗ് സാർ. ഈ സാറ് വിളി വീട്ടിലെങ്കിലും നിർത്തിക്കൂടെ തനിക്ക്? അതിന് അവളൊന്ന് ചിരിച്ചു.
ദീപ്തി അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ പറയുക, പൂവ് പോലൊരു പെൺകുട്ടി, കാണാനും കേൾക്കാനും അതേ പരിശുദ്ധിയോടെ, അതേ പ്രണയത്തോടെ. തനിക്ക് കേൾക്കണോ ആർദ്ര, തൻ്റെ എക്സ് ഫ്രണ്ട് ഉണ്ടല്ലോ ജയദേവൻ, ഇവളുടെ ഫസ്റ്റ് ക്രഷായിരുന്നു. അത്രയും ഓപ്പണായി ദീപൻ പറഞ്ഞതുകൊണ്ട് അവളൊന്ന് ചൂളിപ്പോയിരുന്നു. മോഹിനിക്ക് അവളുടെ നിൽപ്പ് കണ്ട് പാവം തോന്നി. മോള് വാ, അവർക്ക് വേറെ ഒരു പണിയുമില്ല. അവർ കഴിച്ചതാ, മോള് വരാൻ കാത്തിരുന്നതാ ഞാൻ, കഴിക്കാം. അവളൊന്ന് തലയാട്ടി. ദീപ്തി വേഗം എഴുന്നേറ്റ് അവൾക്കരികിൽ വന്നിരുന്നു. അതെ, ക്രഷ് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് പണ്ട് തൊട്ടേ ഈ ഒരാളോടായിരുന്നു ക്രഷ് മുഴുവൻ. അവൾ ഒന്ന് ചിരിച്ചു. ദീപ്തിക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? ഏട്ടനറിയാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പ്രത്യേകിച്ച് ദേവനെക്കുറിച്ച്. മറുപടി നൽകാതെ നോക്കുക മാത്രം ചെയ്തു. ആ പേര് മറ്റൊരാൾ പറയുമ്പോൾ പോലും തനിക്ക് സഹിക്കുന്നില്ലല്ലോ. അതെ, ദേവനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ദേവന് പണ്ടേ ഇഷ്ടം ഈ ആർദ്രയോടാണ്. ഓർമ്മയില്ലേ അന്ന് ഹോട്ടലിൽ വെച്ചേ കണ്ടത്? അന്ന് തൊട്ട് തൻ്റെ പിറകിലുണ്ട് ദേവൻ. ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ കിട്ടാൻ അവൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാമോ? അവൾ അല്പം ചമ്മലോടെ അമ്മയെ നോക്കി. അവർ ഒരു ചിരിയോടെ അവളുടെ പ്ലേറ്റിലേക്ക് ചപ്പാത്തിയും കറിയും ഇടുകയാണ്. അമ്മയെ നോക്കണ്ട, ദേവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ആണ്. ഒന്നും മിണ്ടാതെ ഇരുന്നേ ദീപ്തി, മോള് കഴിക്ക്. അവൾ അത് കേട്ട് മുഖം വീർപ്പിച്ചു. അതെ, തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവനെന്ന് എനിക്ക്, അല്ല ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ 2 കമ്പനിയിൽ ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ജെ ഗ്രൂപ്പ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? അത് കേട്ടപ്പോൾ അറിയാതെ ദീപൻ അവളെ നോക്കിപ്പോയി. എന്തുകൊണ്ടോ, ഇനി ചിലപ്പോൾ അവൾക്ക് ദേവനെ ഇഷ്ടമായിരിക്കുമോ? പെട്ടെന്ന് തെരുപ്പിൽ കയറി അവൾ ഒന്ന് ചുമച്ചു. ദീപ്തിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ദീപൻ വേഗം വന്ന് വെള്ളം എടുത്തു നൽകി. എന്നെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാ? ഏട്ടനും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവളെ കൊണ്ട് ഞാൻ... മിണ്ടാതിരിക്കടി, ഭക്ഷണം കഴിയും വരെ നീ ഇനി മിണ്ടിയാലുണ്ടല്ലോ. 2 എഴുന്നേറ്റ് പോയേ ഇവിടുന്ന്. പണിക്ക് പോകാതെ ഇങ്ങനെ ഇരിക്കും രണ്ടും. അമ്മയെ ഒന്ന് ചുണ്ടുകൊട്ടി കാണിച്ച് ദീപ്തി എഴുന്നേറ്റു. ഒപ്പം ദീപനും. മോള് കഴിക്കേ. മോഹിനി അവൾക്കായി നല്ലൊരു ചിരി സമ്മാനിച്ചു. അമ്മയോട് യാത്ര പറഞ്ഞ് ആർദ്ര കൂടെ കയറി ഡോർ അടയ്ക്കുന്ന സമയത്താണ് ദീപ്തി വന്ന് കയറിയത്. നീ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്കല്ലേ? ഞാനും ഉണ്ട്. ഇവളെ ഞാൻ... വണ്ടി വിടേട്ടാ, ഞാനും വരുന്നുണ്ട്. ഒന്ന് മൂളിയിട്ട് അവൻ വണ്ടിയെടുത്തു. ദീപ്തി തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കിയിട്ട് കണ്ണ് ചിമ്മി. ഹോസ്റ്റലിലേക്ക് പോകാൻ അവൾക്ക് അല്പം ഭയം തോന്നിയിരുന്നു. എന്തിനാണ് എന്നറിയില്ല. പതിവില്ലാതെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. വണ്ടി നിന്നപ്പോൾ അവരെ ഒന്ന് നോക്കി. താങ്ക് യു സാർ. വെൽക്കം ആർദ്ര. സാർ പോയിക്കോളൂ. ശരിയെന്നാ, താൻ കയറിയിട്ട് പോയിക്കോളാം. ദീപ്തിയോട് കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ച് അവൾ നടന്നു. ഹോസ്റ്റലിൽ കയറും മുന്നേ ഒന്ന് തിരിഞ്ഞു നോക്കി. ദീപ്തി കൈ ഒന്ന് വീശി. തിരിച്ചും. എന്നാലും എന്തായിരിക്കും കാരണം? എന്ത്? ദീപൻ ചോദിച്ചു. അല്ല, ദേവനെ വേണ്ടെന്ന് വെക്കാൻ. അറിയില്ല, അത് അവൾ തന്നെ പറയണം. നമുക്ക് പോകാം, ദീപൻ പറഞ്ഞു. എന്തോ പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം, ദീപ്തി പറഞ്ഞു. മല്ലിക മേഡത്തിനെ നമുക്ക് അറിയാത്തതാണോ ചേട്ടാ? ഞാൻ വരുന്നില്ല. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം, ദീപ്തി പറഞ്ഞു. അവൾ അങ്ങോട്ട് കയറി ചെന്നു. ആർദ്ര ഒന്ന് നിന്നേ. എന്താ മേഡം, ഇന്നലെ എവിടെയായിരുന്നു? അത് ഞാൻ... ദേവൻ സാർ. മുഴുവനാക്കും മുന്നേ കൈ ഉയർത്തി തടഞ്ഞു. കള്ളം പറയരുത്. ഇന്നലെ ദേവൻ സാർ വിളിച്ചിരുന്നു. തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. ജയ് വിളിച്ചിരുന്നു. താൻ ബ്ലോക്ക് ചെയ്തത് കൊണ്ട് വിളിച്ചതായിരിക്കും. എന്തിനായിരിക്കും? സോറി പറയാനാണോ? അതോ ഇനിയും വിവാഹത്തിന് സമ്മതിപ്പിക്കാനാണോ? ഇനി അത് താൻ വിചാരിച്ചാൽ കൂടി നടക്കില്ല. മറ്റൊരു പെണ്ണ് ഇതിനകം അയാളെ മോഹിച്ചു കഴിഞ്ഞില്ലേ? ആർദ്ര, ആ ശബ്ദമാണ് താൻ ഇത്ര നേരം ചിന്തയിലായിരുന്നു എന്ന് മനസ്സിലാക്കി തന്നത്. ഇതിവിടെ പറ്റില്ല. കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നവരെ ഈ ഹോസ്റ്റലിൽ നിർത്താൻ പറ്റില്ല. ഹോസ്റ്റൽ ഫീസ് എല്ലാം തീരാനായല്ലോ. അടുത്ത മാസത്തേത് അടയ്ക്കണ്ട. ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ. ഇന്നലെ തന്നെ തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെയിരുന്ന ബാഗ് അവർ കാലുകൊണ്ട് ഒന്ന് നിരക്കി വെച്ചു. മേഡം, അല്ലെങ്കിലേ താൻ ചില ദിവസം വരാറില്ല. ദേവൻ സാറിൻ്റെ കൂടെ ആയിരിക്കും. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചോദിക്കുന്നുമില്ല. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ദേവൻ്റെ കൂടെയാണെന്ന് വരുത്തി ഇന്നലെ താൻ എവിടെയായിരുന്നു? മേഡം, ഞാൻ... വേണ്ട ആർദ്ര, എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. ദാ ബാഗ് എടുത്തോ. മേഡം. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ ഒരല്പനേരം പോലും കിട്ടിയില്ല. അതിലും മുന്നേ കൈകൾ ആ ബാഗ് എടുക്കുകയും തോളിൽ മറ്റൊരു കൈ പതിക്കുകയും ചെയ്തു. ദീപ്തി, നീ പോയില്ലായിരുന്നോ? ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതെന്താ? ദേവൻ ഇന്നലെ ഏട്ടനെ വിളിച്ചിരുന്നു, തന്നെ ചോദിച്ചിട്ട്. അവൾ വീണ്ടും കണ്ണുകൾ തുടച്ചു. അപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചതാണ്. പോകാം സാർ. പോകാം ആർദ്ര. എൻ്റെ വീട്ടിൽ താൻ സേഫാണ്. വരൂ. സാർ, ഞാൻ...
വാ ആർദ്ര, അമ്മ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ ഒരാൾ അങ്ങോട്ട് തന്നെ തിരികെ വരുന്നുണ്ട് എന്ന്. അവളെ കൂട്ടി ഇറങ്ങിയ ദീപ്തി പെട്ടെന്ന്. ഞാൻ ആ മേഡത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാം. വേണ്ട വേണ്ട ദീപ്തി, തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ. എന്നാലും പ്ലീസ് ദീപ്തി, വേണ്ട. എന്നാ ഒന്ന് ചിരിക്കി, അപ്പോൾ വരാം. അവൾ കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. ദേവേട്ടൻ്റെ പ്രാണൻ പൊന്നുപോലെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറിയ ചുവപ്പ് രാശി കണ്ട് ദീപ്തി അല്പം അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ പേരിനോട് പോലും ഇത്രയ്ക്ക് പ്രണയം തോന്നുന്നവൾ എന്തുകൊണ്ടാണ് അവനെ വേണ്ടെന്ന് വെച്ചത്? ഇത്രയ്ക്ക് വേദന സഹിച്ചിട്ട്. ദിലി, ആ ദേവാ, വന്നോ നീ? ആർദ്ര വന്നില്ലേ? ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും. ഓ, ലീവാണല്ലേ? അവനൊന്ന് തലയാട്ടിക്കൊണ്ട് തിരിച്ചു നടന്നു. ലീവാണെന്ന് എങ്ങനെ ഒന്ന് കാണാതെ ശ്വാസം മുട്ടി മരിക്കും ഞാൻ. അവൻ ദീപ്തിയുടെ നമ്പർ വിളിച്ച് ചെവിയോട് ചേർത്തു. ഈ ടീഷർട്ട് തനിക്ക് നല്ല മാച്ചുണ്ട്. ലൈറ്റ് ബ്ലൂ കളർ എടുത്ത് അവളുടെ മീതെ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. എനിക്ക് കുറേ ഉണ്ട് ദീപ്തി, മതി. ഇപ്പോൾ തന്നെ 6 എടുത്തു. എന്നാ നിർത്തി, ഇത് ലാസ്റ്റ്. ഒരു സാരി നോക്കാൻ വിട്ടിട്ട് ഈ അമ്മ എവിടെ പോയി കിടക്കുന്നു? അവളൊന്ന് ചുറ്റും നോക്കി. ലൈറ്റ് വെയ്റ്റിൻ്റെ ഞാവൽപ്പഴത്തിൻ്റെ കളർ ഒരു സാരി കൊണ്ടുവന്നു. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയേ ദീപ്തി. അവർ ആർദ്രയുടെ മീതെ വെച്ച് നോക്കി. ആഹാ, എന്തൊരു ഭംഗിയാണമ്മേ. ഇതൊക്കെ എന്തിനാ ആൻറ്റി? ദേവൻ്റെ കല്യാണത്തിനൊടുക്കാൻ അല്ലേ അമ്മേ? അവൾ മുഖം കൂർപ്പിച്ചു നോക്കി. നിനക്ക് അവനെ വേണ്ടല്ലോ, പിന്നെന്താ? അവൾ വെറുതെ ഒന്ന് ചിരിച്ചു. വേണ്ടെന്നോ? ജീവനല്ലേ എൻ്റെ ജയനിക്ക്. ദീപ്തി, നിന്റെ ക്രഷ് വന്നിട്ടുണ്ടടി. എവിടെ? സാരി സെക്ഷനിലുണ്ട്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയപ്പോൾ ഒരുവളുടെ ഹൃദയം ഒന്ന് നീറി. വന്നിട്ടുണ്ടോ? ഇവിടെയോ? കണ്ടിട്ട് എത്ര ദിവസമായി? ഒരുപാടായതുപോലെ തോന്നുക. ദീപ്തി ചെല്ലുമ്പോൾ അവിടെ സാരിമേളമായിരുന്നു. സാരിയെടുത്ത് മീതെ വെച്ച് നോക്കുന്ന പെൺകുട്ടിയെ അവൾ ഒന്ന് നോക്കി. അതാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഹലോ ദേവാ. അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഏയ് ദീപ്തി, എന്താ ഇവിടെ? എൻ്റെ ഏട്ടൻ്റെ പെണ്ണിനെ കൂട്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതാ. അതാരാ പെണ്ണ്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എല്ലാം നിനക്കറിയണോ ദേവാ? നീ ആദ്യം നിൻ്റെ പെണ്ണിനെ പരിചയപ്പെടുത്തിത്താ. അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്ന പാർവതിയെ അവളും തിരിച്ചൊന്ന് നോക്കി. ദേവനോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. വാ. അവളുടെ കൈ പിടിച്ച് പാർവതിക്ക് അടുത്ത് ചെന്നു. പാർവതി, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് ദീപ്തി. രണ്ടുപേരും പരസ്പരം വിഷ് ചെയ്തു. പാർവതി കെട്ടാൻ പോകുന്ന ആളെ ഒരു കാലത്ത് എൻ്റെ ബെസ്റ്റ് ക്രഷായിരുന്നു അല്ലേ ദേവാ? അവളുടെ തലയിൽ ഒന്ന് കൊട്ടി അവൻ പതിയെ ചിരിച്ചു. പാർവതിയുടെ മങ്ങിയ മുഖം കാണെ അവളുടെ ഉള്ളിൽ സന്തോഷം അലതല്ലി. എന്നിട്ട് എവിടെ നിന്റെ ഏട്ടൻ്റെ പെണ്ണ്? ആൻറ്റി, ദേവനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുവരാം. എൻ്റെ ഏട്ടൻ്റെ പെണ്ണിനെ പരിചയപ്പെടുത്തണം. അവളുടെ മുഖത്ത് അവളോടുള്ള വിദ്വേഷം കാണാമായിരുന്നു. പക്ഷേ കടയാണെന്ന് ഓർമ്മയുള്ളതുകൊണ്ട് അവർ നിശബ്ദത പാലിച്ചു. വാ ദേവ. അവൻ്റെ കൈ പിടിച്ചു പോകുമ്പോൾ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ദേവന് ഏറ്റവും ഇഷ്ടമുള്ള നിറം യെല്ലോ ആണ്. അത് കേട്ട് പാർവതിയുടെ മുഖം വിടർന്നു. ഒരിക്കൽ എടുത്തു മാറ്റിവെച്ച സാരി എടുത്ത് അവൾ ഒന്നുകൂടെ ദേഹത്ത് വെച്ച് നോക്കി. മുകളിലേക്ക് എത്തുമ്പോൾ അവളുടെ തലയ്ക്ക് ഒന്നുകൂടെ കിഴുക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാടി? പർപ്പിൾ. എന്നിട്ട് എന്തിനാ യെല്ലോ എന്ന് പറഞ്ഞേ? അവൾ അങ്ങനെ ഇപ്പോൾ പർപ്പിൾ എടുത്ത് വരണ്ട. എടി കള്ളി, എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തായി? വാ. വസ്ത്രം മാറുന്ന മുറിക്കരികെ അവൻ നിന്നു. ഇവിടെ നിന്നോ, ഇപ്പോൾ വരാം. അവൾ ഒരു മൂളിപ്പാട്ടും പാടി നടന്നു. ആർദ്ര അപ്പോഴും ആ ബനിയൻ കയ്യിൽ പിടിച്ച് നിൽപ്പാണ്. ഡോ, തനിക്ക് എൻ്റെ ബ്ലൂ ടീഷർട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഒന്ന് ഇട്ടിട്ട് വന്നേ നോക്കട്ടെ. വേണ്ട ദീപ്തി. വേണം ദീപ്തി, ഇട്ടിട്ട് വാ. ഭംഗിയുണ്ടോയെന്ന് നോക്കട്ടെ. ഇത് ഇട്ട് നോക്കിയില്ലേലും അവൾക്ക് അത് ഭംഗിയുണ്ടാകും. ആയിക്കോട്ടെ, എന്നാലും ഒന്ന് നോക്കട്ടെ. ചെല്ല ആർദ്ര. അവൾ മടിയോടെ ഡ്രസ്സിംഗ് മുറിയിലേക്ക് നടന്നു. ഡോർ തുറന്ന് കയറിയ ഉടനെ ആ വാതിൽ ആരോ ലോക്ക് ചെയ്തു. ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. ജയ്. കയ്യിലുണ്ടായിരുന്ന ടീഷർട്ട് എവിടെയോ വീണു. അവനെ അങ്ങനെ മുറുകെ പുണർന്നിരുന്നു അവൾ. ആരു? ഐ ലവ് യു. ഞാൻ മിസ് ചെയ്തു. കാണാതെ, ശബ്ദം കേൾക്കാതെ മരിച്ചു പോകുമെന്ന് തോന്നി. അതാ രാത്രി വിളിച്ച് ആ വാർഡൻ പുറത്താക്കിയില്ലേ? എന്തേലും മിണ്ടോ? ഒന്ന് ആ ശബ്ദമൊന്ന് കേൾക്കാനാ. അവൾ വിരൽ വെച്ച് അവനെ തടഞ്ഞു. ചുണ്ടുകളിൽ അമർത്തി ഉമ്മ വെച്ചു. അവനെ കണ്ട ആ നിമിഷം കൈവിട്ടു പോയിരുന്നു മനസ്സ്. ഒളിച്ചോടിപ്പോയാലോ? ഞാൻ വിചാരിച്ചാൽ പോലും ഇനി കഴിയില്ല ജയ്. അതെന്തേ? ഞാൻ കാരണം മറ്റൊരു പെൺകുട്ടി നിന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെ? അവൻ മിണ്ടിയില്ല. നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. അതാണ് വിധിയെന്ന് കരുതാം. നീ തിരഞ്ഞെടുത്ത വിധി, അങ്ങനെ കൂടെ പറ. അവൾ അവനിൽ നിന്ന് മാറി നിന്നു. ദേഷ്യമാണോ? സങ്കടമാണ് എന്നെ മനസ്സിലാക്കാതെ പോയതിൽ. ഡ്രസ്സ് എടുക്കാൻ വന്നതാ? എടുത്തോ? എന്നിട്ട്? എടുത്തല്ലോ. എന്നിട്ട് ദീപൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. കിട്ടിയില്ലേ?
അത് ജയ് എടുത്തതാണോ? ഇഷ്ടായോ? ഒത്തിരി. അത് ഉടുത്തു വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ ഞാൻ. വന്നിട്ട് കല്യാണം കഴിക്കാം. ജയ് എന്താടാ, നമുക്ക് ഒളിച്ചോടാം. അവളെ ഒന്ന് മുറുകെ പുണർന്നു. ശരിക്കും അങ്ങനെ തോന്നിപ്പോവാ. വേണ്ടല്ലേ? വേണ്ട. മറ്റൊരു പെണ്ണിനെ ആശിപ്പിച്ചിട്ട് പിന്നെ എന്തിനാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളിപ്പോൾ എന്നോടൊപ്പമുള്ള ഒരു ജീവിതം സ്വപ്നം കാണുകയാകും. എൻ്റെ കൈകോർത്ത് പിടിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ജയ്. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൾ തുടച്ചു. ഒരു നിമിഷം അവളെ നോക്കി നിന്നിട്ട് ചുണ്ടുകൾ നുകർന്നെടുത്തു. കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്ന ഒരു ചുംബനം. കൊതിയാവാ എൻ്റേതാക്കാൻ ഈ ജന്മം മുഴുവൻ. മറുപടി നൽകാതെ അവൻ്റെ കൈകൾക്കുള്ളിൽ അങ്ങനെ നിന്നവൾ. ആർദ്ര വരുന്നത് കണ്ട് ദീപ്തി ഒന്ന് നോക്കി. ഇത്ര വേഗം വന്നോ? അപ്പോൾ ഒന്നും ഉണ്ടായില്ലേ? ഹൈ, നല്ല ഭംഗിയുണ്ട്. ഇത്രയ്ക്ക് ഭംഗി ഉണ്ടായിട്ടാണോ? ഇനി ഇത് മാറ്റണ്ട, ബില്ലടിച്ചേക്കാം. ദീപ്തി വേഗം ദേവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ദേവാ പോയോ? ആ, ഞാൻ താഴേക്കിറങ്ങി. ഒന്നും നടന്നില്ലേ അപ്പോൾ? ഡ്രസ്സിംഗ് റൂമിലോ? ഓ, അല്ലേ നടന്നേനെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ദീപ്തി പറഞ്ഞു. എടി ദീപ്തി, എന്താ ദേവാ? അവളെ നോക്കണേ, പാവമാണ്. എനിക്കറിയാം ദേവാ. ശരി, ഞാൻ താഴേക്കെത്തി. വെച്ചോ. ഫോൺ വെച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയ്ക്ക് ഇഷ്ടമാണേൽ എന്തിനാ പിരിയുന്നേ ആർദ്ര? പിറ്റേന്ന് ഉച്ചനേരത്താണ് അലോഷി കയറി വന്നത്. ദിലീപ്, അവനില്ലേ? ഇല്ല സാർ. എന്തേലും അത്യാവശ്യമുണ്ടോ? ഇല്ല. ആർദ്ര എവിടെ? ഉണ്ട് സാർ. ഒന്ന് കാണണമായിരുന്നു. അവരുടെ കേബിനിൽ ഉണ്ടാകും. ഓക്കെ, ഞാൻ അവരെ കൊണ്ടുപോകുന്നു. സാർ, അത് പിന്നെ കാര്യമറിയാതെ. ഞാൻ യൂണിഫോമിലല്ല ദിലീപ്. ആസ് എ ഫ്രണ്ട് എനിക്ക് അവരെ ഒന്ന് കാണണം, സംസാരിക്കാനുണ്ട്. അവൻ ഒന്ന് തലയാട്ടി. മിസ് ആർദ്ര? യെസ്. അവനെ കണ്ട് അവൾ അറിയാതെ എഴുന്നേറ്റ് പോയി. എന്താ സാർ? അപ്പോൾ എന്നെ മറന്നിട്ടില്ല അല്ലേ? അവളുടെ തല കുനിഞ്ഞുപോയി. വാ, സംസാരിക്കാനുണ്ട്. സാർ, ദിലീപിനോട് ഞാൻ പറഞ്ഞിട്ടേ വരൂ. ബാഗെടുത്ത് അവൾ പതിയെ അവനോടൊപ്പം ഇറങ്ങി. ബീച്ചിൽ സൈഡ് ബെഞ്ചിൽ അവർ ഇരുന്നു. സാർ, മുഖവര പറയുന്നില്ല ആർദ്ര. ജയദേവൻ എൻ്റെ ഫ്രണ്ട് കൂടെയാണ്. സാർ, തന്നോടുള്ള റിലേഷൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. അവൻ പറഞ്ഞിട്ടുണ്ട്. അവളുടെ മുഖം താഴ്ന്നു. എന്ത് യോഗ്യതയുണ്ട് നിനക്ക് അവനെപ്പോലെ ഒരാളെ പ്രണയിക്കാൻ? സ്വന്തം നിലമറന്ന് പെരുമാറരുത് ആർദ്ര. നിന്നെക്കുറിച്ച് എന്തറിയാം അവന്? അറിഞ്ഞാൽ ഈ ഇഷ്ടവും കൊണ്ട് അവൻ നിന്റെ പിന്നാലെ നടക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ ഒന്നും വല്ലാതെയായി. പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ല. നീ ഇനി അവനെ കാണരുത്. ആ ഓഫീസിൽ പോകരുത്. ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്താൽ മതി. സാർ, അവൻ്റെ വിവാഹമാണ്. അവനെ മാത്രം സ്വപ്നം കണ്ട് ഒരു പെൺകുട്ടി. അവൾക്ക് അമ്മയില്ല, അച്ഛനാണ് വളർത്തിയത്. അച്ഛൻ പൊന്നുപോലെയാണ് നോക്കിയത് അവളെയും അവളുടെ അനിയത്തിയെയും. അത് ആർദ്രയ്ക്ക് അറിയാമല്ലോ. അന്ന് വന്നപ്പോൾ കണ്ടതല്ലേ എല്ലാം. അച്ഛനെ പക്ഷെ കണ്ടിരുന്നില്ല. ആ കുട്ടിയുടെ പ്രതീക്ഷ തകർക്കരുത്. അവൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാകരുത്. നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട സാർ. അവനൊരു ചെക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. സാറിനൊപ്പം ഞാൻ ജീവിക്കില്ല, വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴോ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ വേണ്ട, ഞാൻ ആരുടെയും ജീവിതത്തിൽ ശല്യമായി വരില്ല. സാർ, ഇത് പറയാനാണോ വന്നത്? അതെ. സാർ പൊയ്ക്കോളൂ. ഇനി ജയദേവൻ സാറിനെ ഞാൻ കാണില്ല. ഈ ചെക്ക്? അതെനിക്ക് വേണ്ട സാർ. പണിയെടുത്ത് സമ്പാദിച്ചത് ഒരുപാടുണ്ട്, അത് മതി. തനിച്ചല്ലേ ഉള്ളൂ. ആർദ്ര അല്ലെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവകാശമില്ലാത്തത് വാങ്ങിക്കില്ല. എനിക്കറിയാം. വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. അവൻ ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി. ആത്മഹത്യ ചെയ്യില്ല സാർ. ഇതിലും വലുത് ഉണ്ടായിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോഴോ? ഇല്ല സാർ. സാർ പൊയ്ക്കോളൂ. അല്പം കഴിഞ്ഞാൽ ഞാൻ പോകും. ഒന്ന് മൂളിയിട്ട് അവൻ വണ്ടിയിൽ കയറിപ്പോയി. ഒരു സമാധാനം തോന്നിയില്ല ആ പെൺകുട്ടി. അവൻ വണ്ടി നിർത്തി ദീപൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ദീപൻ. അലോഷി, എന്താടോ? ആ ആർദ്ര ബീച്ചിലുണ്ട്. ഞാൻ അവളോട് സംസാരിക്കാൻ പോയതാണ്. ജയദേവൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ എന്ത് പണിയാടോ ചെയ്തേ? തെറ്റായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. താൻ ചെന്ന് അവളെ കൂട്ടിക്കോ. പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യം തൽക്കാലം ആർദ്ര അറിയണ്ട. അവൻ ഫോൺ വെച്ചു. പാവം പെണ്ണ്. വിട്ടുപോകണമെന്ന്. പോകാം. ജയുടെ ജീവിതത്തിൽ ഇനി ആർദ്ര ഉണ്ടാകില്ല. ഞാൻ ആരാണെന്ന്, എൻ്റെ പാസ്റ്റ്. ഇല്ല, ആ വെറുപ്പ് കൂടി താങ്ങാൻ എനിക്കാകില്ല. പാർവതി, ജയ്ക്കൊപ്പം നന്നായി ജീവിക്കാൻ അവൾക്ക് ആകട്ടെ. ആർദ്രയ്ക്ക് കഴിയാത്തത് പാർവതിക്ക് കഴിയട്ടെ. ആർദ്ര ഒന്ന് ഞെട്ടി. ദീപൻ സാറാണ്. താൻ എന്താ ഇവിടെ? ഇന്ന് ജോലിക്ക് പോയില്ലേ? അവൾ കണ്ണുകൾ തുടച്ചു അവനെ ഒന്ന് നോക്കി. ദീപൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ജയദേവൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ ആരു? ജയദേവൻ.
ഇതാരാ സംസാരിക്കുന്നേ? പുരുഷസ്വരം. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്നാണ് ആദ്യം മനസ്സിലോർത്തത്. ഞാൻ ദീപനാണ്. നീ എന്താ അവളുടെ ഫോണിൽ? കുറേ നാൾ നീ ആയിരുന്നല്ലോ, ഇനി ഞാനൊന്ന് നോക്കട്ടെ. തൻ്റെ അത്ര ഇല്ല എന്നാ അവൾ പറഞ്ഞത്. അതെങ്ങനെ? അമ്മാതിരി ചീത്താവും നീ ചെയ്തു കാണാം. ഡാ, അവൾ എവിടെ? അവൾ എണീറ്റില്ല. ക്ഷീണം. അവളുടെ ഫ്ലാറ്റിലുണ്ട് ഞങ്ങൾ. കാണാൻ ആഗ്രഹമുണ്ടേൽ വന്നോ. അവൻ ഫോൺ കട്ട് ചെയ്തു. ഇല്ല, ആർദ്ര അങ്ങനെ ചെയ്യില്ല. എന്നിട്ടും താക്കോലെടുത്ത് അവൻ ഇറങ്ങി. താനല്ലാതെ മറ്റൊരാളെ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നിട്ട് മനസ്സങ്ങനെ തുടിച്ചു. അലോഷി വന്ന കാര്യമാണെങ്കിൽ അവൻ അറിഞ്ഞിട്ടുകൂടിയുണ്ടായിരുന്നില്ല.